കഴിഞ്ഞ ദിവസം മലയാള മനോരമ കൊച്ചിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിക്കകത്ത് ഒരു സെമിനാർ സെഷനിലെ പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാള് മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകളായിരുന്നു. പേരും ഫാത്തിമ നർഗീസ്. ഫാത്തിമ നർഗീസ് ആ ചടങ്ങിനിടെ ഒരു കാര്യം പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ പള്ളിക്കകത്തുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് ആ നിലപാട് പറഞ്ഞത്. അതുമാത്രവുമല്ല, പള്ളിക്കകത്ത് മുസ്ലിം സ്ത്രീകൾ നിസ്കരിക്കാൻ പോകാറില്ല, അതിനെക്കുറിച്ചുള്ള നിലപാടാണ് പറഞ്ഞത്. അത് വേണ്ട എന്നും അത് ഭാവിയിൽ മാറ്റം ഉണ്ടാകുമെന്ന രീതിയിലുള്ള നിലപാടാണ് പറഞ്ഞത്. അത് ചിലർ ഉണ്ടാക്കിയെടുത്താണെന്നും ഇതിൽ മാറ്റം വരുമെന്നും നർഗീസ് പറഞ്ഞിരുന്നു. ഫാത്തിമ നർഗീസ് എന്നാണ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകളുടെ പേര്. വലിയ ചർച്ചാ വിഷയമായ കാര്യമായിരുന്നു. അത് മതങ്ങളിൽ കാര്യമായ മതപഠനത്തിൽ കാര്യമായ ഇതില്ലാത്തതുകൊണ്ട് എന്നുവെച്ചാൽ കാര്യമായ വിവരമില്ലാത്തത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്ന രീതിയിലുള്ള നിലപാട് പറഞ്ഞ് അതിനെ മയക്കിയെടുക്കാനാണ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ശ്രമിച്ചത്. അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ചെയ്യേണ്ട കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യമാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞത്. അത് പാണക്കാട് കുടുംബത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു എന്നത് വളരെ സുപ്രധാനമായ കാര്യമായിരുന്നു. അത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരുപാട് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചെടുക്കാനാണ് ഫാത്തിമ നർഗീസിന്റെ പിതാവ് കൂടിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണെന്ന് എടുത്ത് പറയാം. ഈ സംഭവത്തിന് രാഷ്ട്രീയമായ ഒരു മാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സാമൂഹികമായിട്ട് വളരെ മോശം നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ വന്നതെന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ പരസ്യമായിട്ടൊരു നിലപാട് ഇപ്പോൾ SYSന്റെയും EK സുന്നിയുടെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് സാമൂഹികമായിട്ട് പുറമോട്ടടിക്കുന്നതാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് പറഞ്ഞിട്ടുള്ളത്. 7 പോയിന്റ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ചില പോയിന്റുകൾ വളരെ സ്ത്രീവിരുദ്ധമാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരോട് എന്നാണ് പറയുന്നത്. മനോരമ ഹോർത്തൂസ് വേദിയിൽ വരുന്ന 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭിമുഖം കണ്ടു എന്നാണ്. ഫസ്റ്റ് പോയിന്റായി പറയുന്നത്, സ്ത്രീയുടെ പള്ളി പ്രവേശനം ചർച്ച ഖുറാനിലോ ഹദീസിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഇല്ല. ആണിനും പെണ്ണിനും പള്ളിയിൽ ഒരുപോലെ പ്രവേശിക്കാവുന്നതാണ്. വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്കും 5 നേരത്തെ സംഘടിത നമസ്കാരത്തിനും സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരല്ലെന്നും അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടെന്നും ഖുറാനും തിരുനബിയും പഠിപ്പിക്കുന്നു. 2, അറബി ഇസ്ലാമിക രാജ്യങ്ങളിലും വളരെ അപൂർവം പള്ളികളിലാണ് സ്ത്രീകൾ നിസ്കാരത്തിനായി വരുന്നത്. 3ാമത്തെ പോയിന്റാണ് എടുത്തു പറയേണ്ടത്. ന്യൂജൻ പെൺകുട്ടികളെ വീട്ടിൽ കെട്ടിയിടാൻ ഇനി കിട്ടില്ല പോൽ. അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികൾ നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ല. ഖുറാൻ നിർദ്ദേശിച്ച പോലെ അവർ വീട്ടിലിരിക്കും. മതചിട്ടകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകും, പക്ഷെ കാലിൽ കെട്ട് ഉണ്ടാകില്ലെന്ന് മാത്രം. ഖുറാൻ നിർദ്ദേശിച്ച പോലെ അവർ വീട്ടിലിരിക്കുമെന്നാണ് പറയുന്നത്. സുന്നി പെൺകുട്ടികൾ വീട്ടിലിരിക്കുമെന്ന നിലപാടാണ് ഈ SYSന്റെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് എടുത്തിട്ടുള്ള. SYSന്റെ മറ്റൊരു നേതാവായ മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകളാണ് നേരത്തെ നിലപാടെടുത്തത് പള്ളി പ്രവേശനത്തെ കുറിച്ച്. അപ്പോൾ സമൂഹത്തിനിടയിൽ നിന്ന് ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വീണ്ടും പിടിച്ച് കെട്ടിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ എന്ന് എടുത്ത് തന്നെ പറയാം. ജോലി ചെയ്യണം, നല്ല രീതിയിൽ പണം ഉണ്ടാക്കണം, ഇൻഡിപെൻഡന്റ് ആവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. പക്ഷെ അവിടെ പോലും അസഹിഷ്ണുത കണ്ടെത്തിയിരിക്കുകയാണെന്ന് എടുത്ത് തന്നെ പറയാം. വളരെ മോശമായ നിലപാടാണ് എന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയപരമായ കാര്യമല്ല, എന്നാൽ സാമൂഹികമായിട്ട് വളരെ മോശമാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് ചാപ്പ് കുത്താൻ ശ്രമിച്ചാൽ പോലും പറയേണ്ട കാര്യം തന്നെയാണ്. വീട്ടിലിരിക്കേണ്ടവരല്ല പെൺകുട്ടികൾ, പഠിച്ച് ജോലി ചെയ്ത് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ടവരാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കുള്ളൂ. അപ്പോഴാണ് വീട്ടിലിരിക്കുമെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാവുള്ളൂ. മാത്രമല്ല, ആണിനും പെണ്ണിനും ഇടയിൽ വേർതിരിവില്ലാതെ മുഖം മറയ്ക്കാതെ പ്രബോധന മേഖലയിൽ പോലും ഒരുമിച്ചിരിക്കുകയും കളിയും ചിരിയും തമാശമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന മുജാഹിദ് സംസ്കാരത്തിനെതിരെ അവരിൽ തന്നെ മതം പഠിച്ച പെൺകുട്ടികൾ രംഗത്ത് വന്ന് സലഹി അറിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ചും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ചും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വീട്ടിലിരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലിബറലിസ്റ്റുകൾ നൽകുന്ന പ്രോത്സാഹനം കേട്ട് പാരമ്പര്യ മാർഗത്തിൽ പിന്മാറരുത് എന്ന് കൂടി ചേർത്താണ് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും അങ്ങനെ വിവാദമാകേണ്ട ഒരു കാര്യവും ശിഹാബ് തങ്ങളുടെ മകൾ മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ചെറിയൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലരുടെയും പൊട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറിപ്പ് വന്നിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ട് സമസ്തയും ലീഗും 2 വ്യത്യസ്ത ധ്രുവങ്ങൾ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു നിലപാട് കൂടി വരുന്നത്. എന്നാൽ പോലും ഇതിന് രാഷ്ട്രീയപരമായ മാനങ്ങളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സാമൂഹ്യപരമായ ഒരു മാനമുണ്ട്. അതിന് സാമൂഹികപരമായിട്ട് ചിന്തിക്കുന്നതിന് വിരുദ്ധമായ നിലപാടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫാത്തിമ നർഗീസ് ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ ഇപ്പോഴേ ചവിട്ടിക്കെടുത്താനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഈ പ്രതികരണം എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ.